ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 7ാം ക്ലാസ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മൾ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ 8th പവർ ഓഫ് 2? 8th പവർ ഓഫ് 2 എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 8th പവർ എന്ന് പറയുമ്പം എന്താണ്? 2⁸8. അതിനെയാണ് നമ്മൾ 8th പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് 2 നമ്മൾ 8 ടൈംസ് എഴുതണം. 2 × 2 × 2 × 2 × 2 × 2 × 2 1 2 3 4 5 6 7 ഒരു 2 കൂടി വേണം. അപ്പോൾ 2 8 ടൈംസ് എഴുതണം. അപ്പോൾ 2⁸8 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമ്മൾ ഇൻറ്റു ചെയ്യാം. 2 × 4 4 × 2 8 8 × 2 16 16 × 2 32 32 × 2 64 64 × 2 128 128 × 2 that is 256. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 256 ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. എക്സ്പ്രസ് ദിസ് നമ്പർ ആസ് ദ പവർ ഓഫ് 4. ഇനി പവർ ഓഫ് 4 ആയിട്ട് നമ്മളോട് എക്സ്പ്രസ് ചെയ്യാനും. ഓക്കെ, അപ്പം നമുക്ക് പവർ ഓഫ് 4 ആണ് വേണ്ടത്. അതായത് 4ൻ്റെ പവറായിട്ടാണ്. അപ്പോൾ 256 ആണ്. അത് നമ്മൾ പവർ ഓഫ് 4 ആയിട്ട് എഴുതണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ 2⁸8 എന്നുള്ളത് നമുക്ക് പവർ ഓഫ് 4 ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് 8 എങ്ങനെയാണ്? 4 എന്ത് ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക? 2 ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2² എന്ന് പറയുന്നത് 4⁴ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്രസ് 2 ടൈംസ് ഓഫ് 2⁸8 ആസ് ദ പവർ ഓഫ് 2. എക്സ്പ്രസ് 2 ടൈംസ് ഓഫ് 2⁸8. 2 ടൈംസ് 2⁸8ൻ്റെ 2 ടൈംസ് നമ്മളോട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2⁸8, അപ്പോൾ അതിൻ്റെ 2 ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക അല്ലേ? ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2ൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്ന്. അപ്പോൾ 2⁸ + 1 2⁸8 + 1 ദാറ്റ് ഈസ് 2�9. നമ്മുടെ ആൻസർ എത്രയാണ്? 2�9. 2�9 നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 512 എന്നാണ് കിട്ടുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 400 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പവർ ഓഫ് പ്രൈം നമ്പേഴ്സ്. 400 പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 400നെ ഫാക്ടറൈസ് ചെയ്യാം. 400നെ ഫാക്ടറൈസ് ചെയ്യുമ്പം 400 ÷ 2. ആദ്യം നമ്മൾ 2 കൊണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 200 വീണ്ടും 2, അപ്പോൾ 100 വീണ്ടും 2, അപ്പോൾ 50 again 2 that is 25 again 5 that is 5 that is 1. ഓക്കെ, അപ്പോൾ 400 നമ്മൾ എങ്ങനെ എഴുതും? 400 = 2 × 2 × 2 × 2 × 5 × 5. എത്ര 2 ഉണ്ട്? 2 4 എണ്ണം ഉണ്ട്. അപ്പം 2⁴. 5 എത്ര എണ്ണം ഉണ്ട്? 5 2 ഉണ്ട്. 5⁻². ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പം 400നെ നമ്മൾ പ്രൈം നമ്പർ പ്രോഡക്റ്റ് ഓഫ് പവർ ഓഫ് പ്രൈം നമ്പർ എഴുതിയത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇഫ് f⁻x = 625 ഫൈൻഡ് f⁻x - 1. അപ്പോൾ 5⁻x ഇവിടെ എക്സ്പോണൻ്റ് x ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം x കണ്ടുപിടിക്കണം, എന്നിട്ട് പിന്നെ x - 1 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് 5⁻x ആണ് 625. ഇവിടെ x ആണ്, എക്സ്പോണൻ്റ് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ 625നെ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ 5 അല്ലേ? 5ൽ 1 ഓക്കെ 2 5 1 2 5 again 5 ഓക്കെ 2 5
എഗെയിൻ 5 5 5നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 1. അപ്പോൾ ഇവിടെ എത്ര 5s ഉണ്ട്? 4 5s ഉണ്ട്. അതായത് 5⁴ എന്നതാണ് 625. അപ്പോൾ നമുക്ക് എക്സ് കിട്ടിയല്ലോ. എക്സ് 4 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? അതിൻ്റെ കൂടെ തന്നെ ഉള്ളത് ഫൈൻഡ് f⁻x−1. ഓക്കെ, അപ്പോൾ f⁻x−1 എന്ന് പറയുമ്പോൾ എക്സ് നമുക്ക് 4 കിട്ടി അല്ലേ? എക്സ് നമുക്ക് 4 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 - 1 ചെയ്തു. f4 - 1 എന്ന് പറയുന്നത് f⁻3. f⁻3 എന്ന് പറയുമ്പോൾ 5 × 5 × 5 5 × 5 25 25 × 5 ദാറ്റ് ഈസ് 125. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇഫ് 11³ ഈക്വൽ ടു 1303, വാട്ട് ഈസ് 1.1 ഹോൾ ക്യൂബ്? ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ തന്നിട്ടുണ്ടല്ലേ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താ? 11³ എന്ന് പറഞ്ഞാൽ 11 × 11 × 11 ദാറ്റ് ഈസ് എത്രയാണ്? 1331. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1.1 ക്യൂബ് എത്ര ആയിരിക്കുന്നു? അപ്പോൾ നമ്മൾ 1.1 × 1.1 × 1.1 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ ഓൾറെഡി 1331 തന്നിട്ടുണ്ട്. ഇവിടെ പോയിൻ്റ് എത്ര ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷനേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു പോയിൻ്റ് മാറ്റിയിടണം, ഇതിനും ഒരു പോയിൻ്റ് മാറ്റിയിടണം, ഇതിനും ഒരു പോയിൻ്റ് മാറ്റിയിടണം. അപ്പം മൊത്തം എത്ര പോയിൻ്റ് മാറ്റിയിടണം? 3 പോയിൻ്റ് മാറ്റിയിടണം. അപ്പോൾ നമുക്ക് 3 പോയിൻ്റ് മാറ്റിയിടാം. 1 2 3 പോയിൻ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ 1.331 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1.331. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 729 ഈക്വൽ ടു 9⁻x ഇൻറ്റു 3⁻x. വാട്ട് ഈസ് എക്സ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 729 നമ്മൾ എന്ത് ചെയ്യണം? 729 നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. 729. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്, 9 കൊണ്ട് ആണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 3 എത്രയാണ് എക്സ്പോണൻറ്റ്, 9 എത്രയാണ് എക്സ്പോണൻറ്റ് എന്ന് നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 എന്ന് പറയുമ്പം എത്ര? ഇവിടെ 2 4 3 2 4 3. എഗെയിൻ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 1. ഇനി നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 9. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടിയത്? 729 ഈക്വൽ ടു 3 × 3 × 9 × 9. അപ്പോൾ എന്താണ്? 3 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 3⁻², 9⁻². അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 9ഉം x എന്ന് പറയുന്നത് 2 ആണല്ലേ, രണ്ടും 2 ആണ്. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. വളരെ എളുപ്പമാണ്. നമുക്കറിയാം 1/2 × b × h ആണ് അല്ലേ? ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. 1/2 × b × h. ഓക്കെ, ഇവിടെ b എന്ന് പറയുന്നത് എത്രയാണ്? ബിയും എച്ചും എത്രയാണ്? b ബേസ് 2 സെൻറ്റിമീറ്റർ. അപ്പം 1/2 × 2. പിന്നെ h എന്ന് പറയുന്ന ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 × 3 ദാറ്റ് ഈസ് 6. 6/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതേപോലെയുള്ള വേറൊരു പ്രോബ്ലം കൂടി നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ 8 1/2 × b × h. h ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെ ബേസ് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 1/2 × 8 × 5. 8 × 5 എന്ന് പറയുമ്പോൾ 40. 40/2 ദാറ്റ് ഈസ് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ.
ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ. ഇവിടെ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഇവിടെ എച്ച് ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആണ്, ബേസ് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 12 ഇൻറ്റു 8/2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 48 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ലഭിക്കുക.